Hi everyone, welcome back to our YouTube channel Let's Smile PSC. 30 days English master class in 15th class ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഒക്കെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവുകളുടെ ഭേദങ്ങളാണ് നമ്മൾ കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവുകളെ നമ്മൾ ഇആറും ഇഎസ്ടി ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിന്റെ വേർഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. മെയിനായിട്ട് 3 ഡിഗ്രീസ് ആണ് ഉള്ളത്. 1 പോസിറ്റീവ്, 2 കമ്പാരിറ്റീവ്, 3 സൂപ്പർലേറ്റീവ്. ഇനി എന്താണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ബേസിക് ഫോം ഓഫ് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവിന്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടുണ്ടാവില്ല. ബേസിക് ഫോം ഓഫ് അഡ്ജക്റ്റീവിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കമ്പാരിസൺ ഒന്നും ഇല്ലാത്ത സമയത്ത് വെറുതെ ഒരാളുടെ എന്താ പറയുക ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റീനെയോ ക്വാണ്ടിറ്റീനെയോ ഒക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ടോൾ, നമ്മൾക്ക് ഉയരമുണ്ട്. ടോൾ ഈസ് ആൻ അഡ്ജക്റ്റീവ് അല്ലെ, അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ദ റോസ് ഈസ് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് മറ്റൊരു അഡ്ജക്റ്റീവ് ആണ്. അതിൽ എന്ത് ഉപയോഗിച്ചിട്ടില്ല, അതിൽ തരത്തിലുള്ള എക്സ്ട്രാ സഫിക്സുകളോ പ്രിഫിക്സുകളോ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെയുള്ളവയാണ് നമ്മൾ പോസിറ്റീവ് ഡിഗ്രീസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇത് 2 വ്യക്തികളെയോ 2 വസ്തുക്കളെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയുമോ ഒക്കെ അങ്ങനെ ഒന്നിലധികം, അതായത് പ്രത്യേകിച്ച് 2 സംഭവങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചില അഡ്ജക്റ്റീവുകളുടെ ഒക്കെ ഒപ്പം ER ചേർക്കും, അതല്ലെങ്കിൽ ചിലതിനോടൊപ്പം മോർ എന്ന് പറയുന്ന മറ്റൊരു അഡ്ജക്റ്റീവ് ചേർക്കും. അങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ടോളർ ദാൻ ഹെർ സിസ്റ്റർ. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ കണ്ട ആ ടോൾ എന്ന് പറയുന്ന സെയിം അഡ്ജക്റ്റീവ് ഇവിടെ നമുക്കുണ്ട്. ടോൾ എന്ന് പറയുന്ന സെയിം അഡ്ജക്റ്റീവ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ER എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, ER എന്ന് പറയുന്ന ഒരു സഫിക്സ് വന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പം ടോളർ ദാൻ ഹെർ സിസ്റ്റർ, അവളുടെ സിസ്റ്ററിനേക്കാൾ, അവിടെ 2 പേരേ ഉള്ളൂ അല്ലെ. അപ്പം ടോളർ ദാൻ ഹെർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ 2 പേർക്കിടയിലുള്ള ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് സൂപ്പർലേറ്റീവ്. ഇത് 2-ലധികം ആളുകളെയോ അല്ലെങ്കിൽ 2-ലധികം വസ്തുക്കളെയോ അല്ലെങ്കിൽ 2-ലധികം ആളുകളെയും വസ്തുക്കളെയും ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് EST അല്ലെങ്കിൽ മോസ്റ്റ് ആണ്. നമ്മൾ അവിടെ ERും മോറും പറഞ്ഞു, ഇവിടെ ESTയും മോസ്റ്റും. EST എന്ന് പറയുന്നത് സഫിക്സ് ആയിട്ട്, അതായത് ഒരു അഡ്ജക്റ്റീവിന് സഫിക്സ് ആയിട്ട് EST ചേർക്കുകയും അല്ലെങ്കിൽ ആ അഡ്ജക്റ്റീവിന് മുമ്പിൽ മോസ്റ്റ് ചേർക്കുകയും ചെയ്യുന്നു. അതായത് ഷീ ഈസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ ദ ക്ലാസ്. നേരത്തെ പറഞ്ഞത് ടോളർ ദാൻ ഹെർ സിസ്റ്റർ എന്നുള്ളതാണ്. അവിടെ എന്താണ് 2 പേരേ ഉള്ളൂ. പക്ഷെ ഷീ ഈസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ ദ ക്ലാസ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട്. 2 കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക, തീർച്ചയായിട്ടും ആയിരിക്കില്ല. ഒരു 5, 6, 10, 20, 50, 100 എത്ര കുട്ടികൾ വേണമെങ്കിലും ആവും അല്ലെ. അപ്പൊ എന്താ പറയുക, അത്രയും കുട്ടികളിൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ആളെന്നുള്ള രീതിയിലാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ESTയും മോസ്റ്റും കൂട്ടിയിട്ടാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ അത് നമുക്ക് ഇനി ഓരോ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ER ചേർക്കും, EST ചേർക്കും. അതായത് ടോൾ എന്നുള്ളതിന് നമ്മുടെ പോസിറ്റീവ് ആണെങ്കിൽ ടോളർ എന്നുള്ളത് കമ്പാരിറ്റീവ് ആണ്, ടോളസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ അഡ്ജക്റ്റീവിൽ എങ്ങനെയാണ് ERും ESTയും ഒക്കെ ചേർക്കുന്നത് ചോദിച്ചാൽ, അഡ്ജക്റ്റീവ് ഇപ്പം ഈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ കൂടുതൽ നമ്മൾ RO STO മാത്രമേ ചേർക്കുകയുള്ളൂ. അതിന്റെ കൂടുതൽ നമ്മൾ വീണ്ടും EST ചേർക്കില്ല. ഒരു അഡ്ജക്റ്റീവ് ഓൾറെഡി ഈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആറും STയും മാത്രമാണ് അതിന് കൂടുതൽ ചേർക്കുക. ഒരിക്കലും എന്ത് ചേർക്കില്ല, അതിന് മുമ്പിൽ ചേർക്കില്ല. ഫോർ എക്സാമ്പിൾ, LARGE ലാർജ് ഈയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ
കമ്പാരിറ്റീവ് ഫോമിന് നമ്മൾ എങ്ങനെ എഴുതും? ലാർജർ, ഒരു ആർ മാത്രമേ കൂട്ടുന്നുള്ളൂ. അതിന്റെ സൂപ്പർലേറ്റീവിന് നമ്മൾ ലാർജസ്റ്റ്, അവിടെ ST മാത്രമാണ് ചേർക്കുന്നത്. ഇനി മറ്റൊരു കോൺസ്റ്റന്റ് വവൽ കോൺസ്റ്റന്റ് റൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ വേർഡ് നമ്മൾ അഡ്ജക്റ്റീവ് എടുക്കുമ്പം അതിന്റെ വേർഡ് ഫോർമേഷൻ ഒരു കോൺസ്റ്റന്റ്, ഒരു വവൽ, ഒരു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം? ലാസ്റ്റത്തെ കോൺസ്റ്റന്റിനെ ഡബിൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം BIG എന്നുള്ളതിൽ B കോൺസ്റ്റന്റ് ആണ്, I വവലാണ്, G കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെയുള്ള കേസുകളിൽ അവസാനത്തെ കോൺസണന്റ് ഡബിൾ ചെയ്തിട്ട് വേണം ERഉം EST ഒക്കെ എഴുതാൻ വേണ്ടി. അതായത് നോക്കൂ, BIG കഴിഞ്ഞിട്ട് ഒരു ജിയും കൂടി വന്നതിന് ശേഷമാണ് ER വന്നത്. എപ്പോഴാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ ആ ഒരു വേർഡ് കോൺസണന്റ് വവൽ കോൺസണന്റ് റൂൾ ആ ഒരു രീതിയിലാണ് ഉള്ളതെങ്കിൽ. ഇനി ഒരു ഇതില് ഒന്നിലധികം സിലബിളുകൾ ഉള്ള വാക്കുകളാണെങ്കിൽ മോറോ മോസ്റ്റോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സിലബിൾ എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നമുക്ക് കൃത്യമായിട്ട് ഒറ്റ ഇതിൽ പറയാൻ പറ്റുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ സിലബിൾ എന്ന് പറയുന്നത്. അതായത് ബ്യൂട്ടിഫുൾ ഒരു 3 സിലബിൾ ഉള്ള വാക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള രണ്ടിലധികം സിലബിളുകൾ ഉള്ള വാക്കുകളുടെ കൂടെ നമ്മൾ മോറും മോസ്റ്റുമാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, മോർ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്ത റെഗുലർ ആയിട്ട് ചിലതുണ്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഇതുപോലെ ഈ ഒരു റൂളിൽ നിന്ന് മാറിയിട്ട് വരുന്ന ചില വാക്കുകളുണ്ട്. ഗുഡിനെ നമ്മൾ ഗുഡർ, ഗുഡസ്റ്റ് എന്നല്ല പറയാറ്. കാരണം പിന്നെന്താണ് പറയാ? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നാണ്. അതുപോലെ തന്നെ ബാഡിനെ നമ്മൾ ബാഡ്, ബാഡർ, ബാഡസ്റ്റ് എന്നല്ല പറയാ. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് എന്നാണ് പറയുക. ഇങ്ങനെയുള്ള ഇറഗുലർ ഫോമുകളും നമുക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ഉണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പോസിറ്റീവ് ആണ്. എങ്ങനെ? ദ മാംഗോ ഈസ് സ്വീറ്റ്. ഇതൊരു പോസിറ്റീവ് എന്താ പറയാ കമ്പാരിസൺ ആണ്. ഇനി അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോൾ എങ്ങനെ വരും? ദ മാംഗോ ഈസ് സ്വീറ്റർ ദാൻ ആപ്പിൾ എന്ന് വന്നു. ഓക്കെ, മാംഗോനെയും ആപ്പിളിനെയും മാത്രമാണ് അവിടെ കമ്പയർ ചെയ്തത്. 2 വസ്തുക്കളാണ്. ഇനി സൂപ്പർലേറ്റീവ് ആകുമ്പോൾ എങ്ങനെ വരും? ദ മാംഗോ ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്രൂട്ട്. ലോകത്തുള്ള എല്ലാ ഫ്രൂട്ട്സിൽ വെച്ചിട്ട് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മധുരമുള്ളത് മാങ്ങയ്ക്കാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുന്നത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ പറ്റി പറയാനുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. 1-2 റൂൾസ് മാത്രം കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാർക്ക് ഈ ഒരു പാഠഭാഗത്തു നിന്ന് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനും PSC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസിനും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു. ബൈ.